Assalamualaikum guys, IR Techniques YouTube ചാനലിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു W26 Pro എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ബാറ്ററി പ്രോബ്ലം വരുന്നുണ്ട്. ചില വാച്ചുകൾക്കൊക്കെ വരുന്നുണ്ട് ബാറ്ററി പ്രോബ്ലം. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില വാച്ചുകളിൽ ഇങ്ങനെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ബാറ്ററി എങ്ങനെ നമുക്ക് എടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുക. ഓൾറെഡി ഞാൻ റിമൂവ് ചെയ്ത ഒരു മോഡലാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ടൈം ഇതിൻ്റെ സ്ട്രാപ്സും നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം നമുക്ക് ഊരേണ്ടതിൻ്റെ മെയിനായിട്ട് മുകൾ ഭാഗത്തെ ഒരു സ്ക്രീനാണ് അതിന് റിമൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ടൈം അതിനായിട്ട് ആദ്യം ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് ഒഴിവാക്കുന്നു. നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തെ ഡിസ്പ്ലേ അടങ്ങിയ ഒരു ടച്ച് അടങ്ങിയ ഒരു സ്ക്രീൻ, ഈ ഒരു സ്ക്രീനാണ്. അപ്പം ഇതൊരു ഗമ്മിട്ടാണ് ഇവിടെ വെച്ചിരിക്കുക. അതുമായിട്ട് നമുക്ക് ആ ഗമ്മ് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഗമ്മ് റിമൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ സിലിണ്ടർ എടുക്കുന്നുണ്ട്. ആ ഒരു സിലിണ്ടർ ഉപയോഗിച്ചാണ് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഓവറാകാൻ പാടില്ല. ജസ്റ്റ് മെല്ലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഗമ്മ ഇളകും. അപ്പോൾ അതിന് ശേഷം നമ്മളെടുത്തുള്ള നല്ല കത്തിയോ ഒരു ബ്ലേഡോ എന്തോ ഉപയോഗിക്കുക. ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടിഭാഗത്താണ് ഇതിൻ്റെ ടച്ചിൻ്റെയും അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെയും ആ ഒരു സ്റ്റിക്കർ അതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തു കൂടെ നമ്മൾ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കയറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ലൈന് അഥവാ ആ ഡിസ്പ്ലേൻ്റെ ആ സ്റ്റിക്കർ മുറിഞ്ഞു പോകും. മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ടച്ചും ഡിസ്പ്ലേയും പിന്നെ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഗ്യാപ്പിൽ മെല്ലെ ഓവറാവാത്ത രീതിയിൽ മെല്ലെ ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്താൽ മതി. ഇതുപോലെ ഫസ്റ്റ് ടൈം നിങ്ങൾ ആ ഒരു ഗ്യാസ് ബൾക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് മെല്ലെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. ജസ്റ്റ് അതിലേക്കൊന്ന് ആ ഒരു ഗമ്മ് പോന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. മെല്ലെ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെയും ടച്ചിൻ്റെയും ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യണം ഫസ്റ്റ് ടൈം. അപ്പോൾ അടിഭാഗത്താണ് അതിൻ്റെ ഡിസ്പ്ലേ വരിക. അപ്പോൾ നമ്മൾ ആ ഭാഗത്തൂടെ ബ്ലേഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം കീറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ടച്ച് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞത്. നമുക്ക് ഒരു ബാറ്ററി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ആ ഒരു ക്ലിപ്പ് ഉണ്ടാവും, ചെറിയൊരു ക്ലിപ്പ്, സിമ്പിൾ നൈസ് ക്ലിപ്പാണ്. ആ ഒരു ക്ലിപ്പാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. ആ ഓപ്പൺ ആക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇത് നമുക്ക് ആ ക്ലിപ്പ് ഊരി കഴിഞ്ഞു. ഇനി നമുക്ക് അതുപോലത്തെ ഒരു ക്ലിപ്പ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. നമ്മുടെ വീഡിയോ നല്ല ക്ലാരിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലിപ്പ് നമുക്ക് കറക്റ്റ് കാണാൻ സാധിക്കും. അപ്പം ഇതുപോലെ നമുക്ക് ഊരി കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇതുപോലത്തെ ഒരു ചെറിയൊരു സാധനം ഉപയോഗിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഊരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയും അതുപോലെ ടച്ചും കാര്യങ്ങളും ഒരൊറ്റ ടിപ്പിലാണ് വരുന്നത്. അപ്പോൾ ഞാനത് ഊരി കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേയും ടച്ചും വരുന്നത്. ഫസ്റ്റ് ടൈം നമുക്ക് ഡിസ്പ്ലേ ടച്ച് ഊരണം. ദെൻ നമുക്ക് ബാറ്ററിയാണ് കാണാൻ പറ്റുന്നത്. ബാറ്ററി ഓൾറെഡി റിമൂവ് ചെയ്താണ്. അപ്പം ആ ഒരു ഭാഗത്ത് നമ്മൾ ബാറ്ററി വാച്ച് ഊരുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു വെക്കുക ബാറ്ററി എവിടെയാണ് വരുന്നത്. ബാറ്ററിയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്ലസ്സും മൈനസും ഒന്ന് മനസ്സിലാക്കി ജസ്റ്റ് നമ്മൾ ഫോണിൽ ഫോട്ടോ കാര്യങ്ങൾ എടുത്തു വെച്ചാൽ മതി. അതിൻ്റെ ശേഷം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്താണ് അതിൻ്റെ പ്ലസ്സും മൈനസും. അവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് പ്ലസ്സും മൈനസും. അപ്പോൾ ആ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് കറക്റ്റ് പൊസിഷനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ സൈഡിൽ നമുക്ക് മൈക്ക് അതുപോലെ തന്നെ സ്ക്രോളിങ്, അപ്പോൾ അതിന്മേലൊന്നും കളിക്കാതിരിക്കുക. ബാറ്ററി പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഞാൻ കാണിക്കുന്നത് പോലെ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം. പക്ഷേ എങ്കിലും ഇത് നമുക്കൊരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ട്രൈ ചെയ്യുക, എങ്കിൽ നമുക്ക് ശരിയാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ ടെക്നിക്കൽ അറിയുന്നവരാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് ഒരു W26 Pro. ഇതിൻ്റെ ഒരു ഉൾഭാഗം നമുക്ക് ഇതുപോലെയാണ് വരുന്നത്. അതുപോലെ തന്നെ സെൻസറും കാര്യങ്ങളൊക്കെ ചെറിയൊരു കേബിളിലാണ് പോകുന്നത്. അപ്പോൾ തന്നെ വയറും കാര്യങ്ങളൊക്കെ വിടുന്നത് ശ്രദ്ധിക്കണം. സ്പീക്കറിൻ്റെ ഒക്കെ വയർ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ക്ലിപ്പും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതുപോലെയാണ് ആ രണ്ട് ക്ലിപ്പാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്.
ഈ ഒരു ക്ലിപ്പും അതുപോലെ തന്നെ മറ്റേ ആ ഒരു ക്ലിപ്പുമാണ് നമുക്ക് മെയിനായിട്ട് ഇതിന് ടച്ചും ഡിസ്പ്ലേയും വരുന്ന ആ ഒരു ക്ലിപ്പ്. ആ ക്ലിപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോളിംഗ് ഒക്കെ ഒരു ക്ലിപ്പിൽ തന്നെ വരുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് 200 mAh ഒരു ബാറ്ററി. അതുപോലെ 3.7 വോൾട്ട് ആണ് ഇത് കാണിക്കുന്നത്. ആ ഒരു വോൾട്ടിൽ വരുന്ന നമ്മളൊരു നല്ലൊരു ബാറ്ററി വാങ്ങി നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കറക്റ്റ് ആ ഭാഗത്ത് എന്ത് ചെയ്യുക, ഷോൾഡർ ചെയ്ത് വെക്കാം. നമുക്ക് മൊബൈൽ കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോൾഡർ ചെയ്യാൻ പറഞ്ഞത്. അപ്പം ശ്രദ്ധിച്ച് വേണം ഷോൾഡർ ചെയ്യാൻ. ചെറിയ സിമ്പിളായിട്ടുള്ള ചെറിയ ഷോൾഡറിങ് ആണ്. അപ്പോൾ ആ ചെറിയ ഷോൾഡറിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ബാറ്ററിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്പ്ലേ നെക്സ്റ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൈഡ് ഭാഗത്ത് ഗമ്മിടുമ്പോൾ നല്ല ഗമ്മിടുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കണം. ഇറങ്ങാത്ത രീതിയിൽ കറക്റ്റായിട്ട് ജസ്റ്റ് മെല്ലെ ഒരു ഗമ്മ് വെച്ചാൽ മതി. പിന്നെ ഇനി ഊരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാട്ടർ റെസിസ്റ്റൻറ്റ് നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ആ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആവില്ല നമ്മൾ ചെയ്തതിന് ശേഷം ഉണ്ടാകുക. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.